ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ അലയടിച്ച് പ്രതിഷേധം. മുഹമ്മദ് യൂനുസ് സർക്കാർ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് മൗനാനുവാദം നൽകുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ ജയിലിൽ തുടരുകയാണ്. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഭാരതത്തിൽ ഡൽഹി, ജമ്മു, ലക്നൌ തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രതിഷേധ റാലിയും പൊതുസമ്മേളനങ്ങളും നടന്നു. ജമ്മുവിൽ നടന്ന പ്രതിഷേധത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിന്റെ കോലം കത്തിച്ചു. ഇസ്ലാമിസ്റ്റുകളുടെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് മുഹമ്മദ് യൂനുസ് സർക്കാർ മൗനാനുവാദം നൽകുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. കാനഡ, ബ്രിട്ടൻ, US തുടങ്ങിയ രാജ്യങ്ങളിലും ഹൈന്ദവ സമൂഹം പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അവകാശ സംരക്ഷണത്തിനു വേണ്ടി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ തുടരുകയാണ്. ജനം, ഡൽഹി.